നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ അവിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് മകരക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് കുംഭക്കൂറിലുമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്ന സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഈ മാസത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം 5ാം ഭാവം 4ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴമാണ് 5ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ 4 നിൽക്കുമ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ കണ്ടമാനം പ്രതിസന്ധികളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ 5ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിക്കഴിഞ്ഞപ്പോൾ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. 7ര ശനിയുടെ ഒരു ദോഷമുണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നത് കാരണം കൊണ്ട് ശനിയുടെ ഭാഗത്തു നിന്നുള്ള ലഗ്നാധിപതി ബലവാനാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഗുണം കൂടുതൽ അനുഭവിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം മുഖാന്തരം മാനസികമായിട്ട് കുറച്ച് വിഷമം അനുഭവപ്പെടാനും യോഗമുണ്ട്. ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. എന്ത് പ്രവൃത്തികളും ചെയ്യാനായിട്ടും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ടുമൊക്കെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് യോഗമുണ്ട്. അപ്പോൾ ഉത്സാഹം വർദ്ധിക്കുന്നത് കാരണം കൊണ്ട്, ശൗര്യം വർദ്ധിക്കുന്നത് കാരണം കൊണ്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവൃത്തിയെടുക്കാൻ താല്പര്യം വർദ്ധിക്കുകയും അങ്ങനെ പ്രവൃത്തിയെടുക്കുന്നത് കാരണം കൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്ന് നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ സുഹൃത്ത് വിരോധം പോലെയുള്ള കാര്യങ്ങൾക്ക് ചെറിയൊരു യോഗം കാണുന്നുണ്ട്. ലഗ്നാൽ നിപുണായോഗം ചെയ്തിട്ട് 6ാം ഭാവത്തിൽ ആദിത്യനും ബുധനും ശുക്രനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് സംസാരം കൊണ്ട് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാകുക, നമ്മളുടെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കുക, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അപ്രിയമായിട്ട് സംസാരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ധർമ്മസ്ഥിതേ ധർമ്മ തപോമനൂന എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 9ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ട് ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്കും തടസ്സങ്ങൾ, മുറിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യണം. 7 ശനിയുടെ പോകുന്ന പോക്കായത് കാരണം കൊണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതിന് ആവശ്യമില്ലാതെ കാര്യങ്ങൾക്ക് മനോദുഃഖം അനുഭവപ്പെടാനും വേണ്ടപ്പെട്ടവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളോ എന്തെങ്കിലും രോഗാവസ്ഥ ഉള്ളതുകൊണ്ടുള്ള മാനസികമായിട്ടുള്ള ദുഃഖത്തിനൊക്കെ യോഗം ഉള്ളത് കാരണം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അയ്യപ്പക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുക. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനിയാണ്. അപ്പോൾ ശനിദോഷം കുറച്ച് കാര്യമായിട്ടുള്ളത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. മാത്രമല്ല 4ാം ഭാവാധിപതി 5ലാണ് നിൽക്കുന്നത്. 4ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാരവശാൽ 4 വ്യാഴം നിൽക്കുന്ന അത്ര നല്ലൊരു അനുകൂലമായിരിക്കുന്ന ഗുണം പറയാൻ സാധിക്കില്ല. അഷ്ടമത്തിലാണ് ഘടകാരകനായിരിക്കുന്ന കേതു. അടിവേറെ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങളോ നടുവേദന പോലെയുള്ള രോഗങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജയും രാഹു പൂജയൊക്കെ ചെയ്യുക. നല്ല സഹായങ്ങൾ എവിടെ ചെന്നാലും കിട്ടാൻ യോഗമുണ്ട്. തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. എന്നാൽ ഭവന സംബന്ധമായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ മുഖാന്തരം വീടിന് സമീപത്തുള്ള വ്യക്തികളുമായിട്ട് അപ്രിയമായിട്ട് സംസാരിക്കാൻ ഇടവരിക. അതുകൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടുക. നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക. അതുകൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ, ഇങ്ങനെ കുറച്ച് പ്രതിസന്ധികൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനും എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കാനും അലസത മുന്നിട്ട് നിൽക്കാനും യോഗം കാണുന്നുണ്ട്. പൊതുവേ ആ ജന്മത്തിൽ നിൽക്കുന്ന ശനി അലസത വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നാളത്തേക്ക് നീട്ടിവെക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ട ശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നല്ല പ്രാർത്ഥന ഉണ്ടാകണം. അങ്ങനെയുള്ള പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ മാസത്തിൽ ഗുണഫലം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.